Voice of Marketing, in touch with positive people. എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജയകൃഷ്ണൻ. ഒരു കസ്റ്റമർ നിങ്ങളെ മീറ്റ് ചെയ്യപ്പെടുമ്പോൾ നിങ്ങളുടെ പ്രോഡക്റ്റ് വാങ്ങിക്കണോ എന്ന് തീരുമാനമെടുക്കുന്ന ഒരു നിയമമുണ്ട്. 7 സെക്കൻഡ് നിയമം. ഫസ്റ്റ് ഇംപ്രഷൻ സൈക്കോളജി. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ബെസ്റ്റ് ഇംപ്രഷൻ. ഒരു കസ്റ്റമർ നിങ്ങളെ മീറ്റ് ചെയ്യാൻ വരുമ്പോൾ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരിക്കണം? എങ്ങനെയായാൽ ആ 7 സെക്കൻഡ് കൊണ്ട് ആ കസ്റ്റമറുടെ മനസ്സിലേക്ക് നിങ്ങൾക്ക് കയറി പറ്റണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ആ മോമെന്റിൽ അറിഞ്ഞിരിക്കണം. ഈ നിയമം അറിഞ്ഞില്ലെങ്കിൽ ഉറപ്പായിട്ടും ആ കസ്റ്റമർ വേറെ ഒരു ഡീലറെ, വേറൊരു ഡിസ്ട്രിബ്യൂട്ടറെ, വേറെ ഒരു ക്ലയൻറ്റിനെ തേടി പോകാൻ സാധ്യതയുണ്ട്. എന്താണ് ഈ നിയമം? നമുക്ക് അതിനെ കുറിച്ചിട്ട് ഇന്നൊന്ന് സംസാരിക്കാം. ഒരു കസ്റ്റമറെ മീറ്റ് ചെയ്യുമ്പോൾ തുടക്കം ഗംഭീരമായിരിക്കണം. ഒരു കസ്റ്റമർ നിങ്ങളുടെ ഷോപ്പിലേക്കോ നിങ്ങളുടെ സ്ഥാപനത്തിലേക്കോ കയറി വരുമ്പോൾ അയാളോടുള്ള പെരുമാറ്റം, ഒരാളോടുള്ള പെരുമാറ്റം എന്ന് പറയുമ്പോൾ അവിടെ 3 കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നു. ഏതൊക്കെയായിരിക്കും അത്? ഫസ്റ്റ്, സ്മൈൽ. പവർ ഓഫ് സ്മൈൽ. ഒരു പുഞ്ചിരിയോടെ ഒരു കസ്റ്റമറെ കാണുമ്പോൾ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് ഒരു പുഞ്ചിരിയോടെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. സ്മൈൽ ഉണ്ടാകണം. നമ്മുടെ ഡ്രസ്സിങ് കോഡ്, നമുക്ക് യോജിച്ച ഡ്രസ്സ് നമുക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. ഉറപ്പായിട്ടും നമ്മുടെ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ധരിക്കുമ്പോൾ, ഇന്ന് എനിക്ക് ആ ഡ്രസ്സ് വേണ്ട, ഈ ഡ്രസ്സ് ഇടണം, ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് എനിക്ക് പോകണം എന്നൊക്കെ ചില വ്യക്തികൾ വാശി പിടിക്കാറുണ്ട്. അത് അവരുടെ കോൺഫിഡൻസ് ലെവല് ഒന്ന് ഹൈക്ക് ചെയ്യാൻ, മറ്റുള്ളവരോട് ഇടപഴകുമ്പോൾ കുറച്ചുകൂടി ഇൻട്രാക്ട് ചെയ്യാൻ ചിലപ്പോൾ അവർക്ക് ആത്മവിശ്വാസം തരുന്ന ഒരു ഡ്രസ് കോഡായിരിക്കാം. അതുകൊണ്ട് തന്നെ ആരംഭം ഗംഭീരമാകണമെങ്കിൽ പവർ ഓഫ് സ്മൈൽ, പുഞ്ചിരിയുടെ ആ പവർ, ആ ശക്തി നമുക്ക് അറിഞ്ഞിരിക്കണം. അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത്? ഒരു കസ്റ്റമറെ മീറ്റ് ചെയ്യുമ്പോൾ സെക്കൻഡുകൾക്കുള്ളിൽ ഒരു സ്മൈൽ, നല്ല സ്മൈല് കൊടുക്കാൻ സാധിച്ചിരിക്കണം. പിന്നെ നെക്സ്റ്റ് വൺ എന്താണ്? ഐ കോണ്ടാക്ട്. അയാളുടെ ഫേസിലേക്ക് നോക്കി, മുഖത്തിലേക്ക് നോക്കി, കണ്ണുകളിലേക്ക് നോക്കി സ്മൈലോടെ സംസാരിക്കാൻ പറ്റണം. അതൊരു കസ്റ്റമർ ആദ്യമായിട്ട് ഒരു കസ്റ്റമറെ മീറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന കസ്റ്റമറെ കാണുമ്പോൾ ആ സെക്കൻഡുകൾക്കുള്ളിൽ ഈ ഒരു പ്രോസസ്സ് നടത്തിയിരിക്കണം. പിന്നെ ഗ്രീറ്റിംഗ്സ് കൊടുക്കാൻ സാധിക്കണം. ഗുഡ് മോർണിംഗ് സാർ, വരൂ. ഒന്ന് അയാളെ കൺസിഡർ ചെയ്യാൻ, ഈ നിമിഷങ്ങൾക്കുള്ളിൽ കൺസിഡർ ചെയ്യാൻ കഴിഞ്ഞിരിക്കണം. ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ സൈക്കോളജി അതിൻ്റെ ഒരു മാനസിക തലമാണ്. മനഃശാസ്ത്രപരമായിട്ട് ഒരു കസ്റ്റമറെ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നതിന് ഈ 3 തിയറികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ബേസാണ്. മാർക്കറ്റിങ്ങിൻ്റെയും സെയിൽസിൻ്റെയും ബേസായ ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലായാലും ഇത് പാലിക്കുന്നത് വളരെ നന്നായിരിക്കും. പല ആളുകളും ചിലപ്പോൾ നമ്മളൊന്ന് പുഞ്ചിരിച്ചാൽ, നമ്മളൊരു കോണ്ടാക്റ്റ് കൊടുത്താൽ, ഒരു ഐ കോണ്ടാക്റ്റ് കൊടുത്താൽ തീരുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകാം. പക്ഷെ അതിന് തയ്യാറല്ല. നമ്മുടെ ഈഗോ അതിന് തയ്യാറാകാതെ നിൽക്കുന്നു. ഞാൻ വലിയവൻ, എന്നോട് ആദ്യം പുഞ്ചിരിക്കട്ടെ, എന്നോട് ആദ്യം പുഞ്ചിരിക്കട്ടെ, എന്നെ ആദ്യം നോക്കട്ടെ. ഈ ജീവിതത്തിൽ നമ്മുടെയൊക്കെ ചെറിയ വെള്ളത്തിലെ കുമിള പോലുള്ള ഈ ജീവിതത്തിൽ നാളുകളെ കുറിച്ചിട്ട് ഒന്നും അറിയാതെ ജീവിക്കുന്ന ഈ മനുഷ്യൻ എന്തിനാണ് മറ്റുള്ളവരോട് ഒരു പുഞ്ചിരി കൊടുക്കാതെ, ഒരു ഐ കോണ്ടാക്റ്റ് കൊടുക്കാതെ, സുഖമാണോ എന്ന് ചോദിക്കാതെ ഈ ലോകത്ത് ജീവിക്കുന്നത്? അതിനെക്കുറിച്ച് ആലോചിക്കണം, ചിന്തിക്കണം. ഓരോ മനുഷ്യരായിട്ട് ഇടപഴകുമ്പോഴും
സ്നേഹം കൊടുക്കാൻ സാധിക്കണം. അനാവശ്യമായിട്ട് ബഹളത്തിനോ വഴക്കിനോ പോകാതെ ഒരു സ്മൈൽ കൊടുത്തുകൊണ്ട്, പുഞ്ചിരി കൊടുത്തുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങിയാൽ നിങ്ങളെ വീട്ടിലും ആ പുഞ്ചിരി നിങ്ങൾക്ക് നിലനിർത്താൻ സാധിക്കും. അന്നത്തെ ദിവസം സന്തോഷകരമായി കൊണ്ടുപോകാൻ സാധിക്കും. അല്ലെങ്കിൽ വീട്ടിലേക്ക് എത്തിയാലും, വീട് ഒരു സ്വർഗം എന്ന കൺസെപ്റ്റിൽ വിശ്വസിക്കുന്ന പല ബിസിനസ് പീപ്പിളുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ സമാധാനവും പ്രശ്നങ്ങളില്ലാതെ, ഇഷ്യൂകളില്ലാതെ എല്ലാത്തിനെയും സന്തോഷത്തോടെ കാണാൻ സാധിക്കുന്ന ഒരു അവസ്ഥ അത് ഉണ്ടാക്കിയെടുത്താൽ ഏറ്റവും നന്നായിരിക്കും. എന്താണ് കാരണം? ലൈഫിലെ ഏറ്റവും വലിയ മൂല്യം എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ലൈഫിലെ ഏറ്റവും വലിയ മൂല്യം എന്ന് പറയുന്നത് മനസ്സമാധാനമായതുകൊണ്ടാണ്. അപ്പോൾ അക്കോർഡിംഗ് ടു മാർക്കറ്റിംഗ് പോയിന്റ് ഓഫ് വ്യൂവില്, സെയിൽസ് പോയിന്റ് ഓഫ് വ്യൂവില് ഈ 3 കാര്യങ്ങളാണ് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ബെസ്റ്റ് ഇംപ്രഷനിലായിട്ട് നോട്ട് ചെയ്യേണ്ടത്. വളരെ വിലപിടിപ്പുള്ള വസ്ത്രങ്ങളല്ല, വൃത്തിയുള്ള കോൺഫിഡൻസ് ആയിട്ട് നമുക്ക് നിവർന്നു നിന്ന് ഒരാളുടെ അടുത്ത് ഫേസിൽ നോക്കി അയാൾ പറയുന്ന കാര്യങ്ങൾ ലിസൺ ചെയ്യാൻ സാധിക്കണം. എന്താണ് ലിസൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഈ ലോകത്ത് പല രീതിയിൽ പല പ്രശ്നങ്ങളും പല പ്രതിസന്ധികളുമുള്ള മനുഷ്യരുമുണ്ട്. അതുകൊണ്ട് പല പ്രശ്നങ്ങളായിട്ട് വരുന്ന കസ്റ്റമറുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ ലിസൺ ചെയ്യാൻ, കേൾക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കണം. അത് എന്താണോ അവർ പറയുന്നത് അത് മുഴുവനായിട്ട് അവരുടെ ശ്രദ്ധയോടെ അവരുടെ ഫേസിലേക്ക്, കണ്ണിലേക്ക് നോക്കി അത് കൃത്യമായിട്ട് നമ്മുടെ ഫോക്കസ്, നമ്മൾ അവരെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ശ്രദ്ധയോ, നമ്മുടെ മറ്റുള്ള ഒരു മൊബൈൽ വന്നാൽ പെട്ടെന്നൊരു ഫോൺ കോൾ വന്നു, ആ ഫോൺ കോൾ എടുത്ത് അതിനിടയിൽ സംസാരിക്കാൻ പോകരുത്, മറ്റുള്ള ഭാഗത്തേക്ക് തിരിയരുത്. വളരെ ശ്രദ്ധയോടെ അവരെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു, അവരെ പരിഗണിക്കുന്നു എന്നുള്ള ആ മൂല്യബോധത്തോടെ അവർ പറയുന്ന പ്രശ്നങ്ങൾ, ആ കസ്റ്റമറുടെ പ്രശ്നങ്ങൾ കേട്ട് അതിനൊരു സൊല്യൂഷൻ നമുക്ക് കണ്ടെത്താൻ സാധിക്കണം. ഈ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയാൻ കാരണം എന്താ? നമ്മൾ ഒരാളെ മീറ്റ് ചെയ്യുമ്പോൾ അയാൾക്ക് ഫീൽ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായിരിക്കും? നമ്മളെങ്ങനെ അയാളായിട്ട് ബിഹേവ് ചെയ്യുന്നു, പെരുമാറുന്നു, നമ്മുടെ മൊത്തത്തിലുള്ള ബോഡി ലാംഗ്വേജ്. നമ്മൾ നിവർന്ന് നിൽക്കുകയാണ്, ഇങ്ങനെ കൈ കെട്ടി ഇങ്ങനെ നിന്നല്ല കേൾക്കുന്നത്, വളരെയധികം ഭവ്യതയോടെ. നമ്മുടെ എയിം എന്താണ്? പ്രോഡക്റ്റ് വിൽക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിലേക്ക് വരുന്ന ഡയറക്റ്റ് മാർക്കറ്റിങ്ങോ ഏതു തരം പ്രോഡക്റ്റ് ആയിക്കോട്ടെ, ആ പ്രോഡക്റ്റ് വിറ്റഴിക്കുക, ആ ബിസിനസ് ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ ഇംപ്രഷൻ അത് ആ കസ്റ്റമറെ കൺസിഡർ ചെയ്തുള്ളതായിരിക്കണം, റെസ്പെക്റ്റ് ചെയ്തുള്ളതായിരിക്കണം. ആദ്യത്തെ മീറ്റിൽ ആദ്യത്തെ ഇംപ്രഷൻ നമ്മൾ ശരിക്കും ആ 7 സെക്കൻഡ് കൊണ്ട് അദ്ദേഹം നമ്മളെ വാച്ച് ചെയ്തിരിക്കും. ആ വാച്ചിങ്ങിലാണ് അയാൾ തീരുമാനം എടുക്കുന്നത്, ഇദ്ദേഹമായിട്ട് ഞാൻ മുന്നോട്ട് പോകണമോ. ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, എല്ലാത്തിനെയും കീഴ്പ്പെടുത്താൻ പറ്റുന്നത് എന്താണ്? കൺസിഡർ ചെയ്യുക. അവരുടെ ഫീലിംഗ് എന്താണ്, അവരുടെ ഫീലിംഗ് അത് മനസ്സിലാക്കി അവരോട് ഇടപഴകാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിക്കുമ്പോൾ അവിടെ ഒരു കസ്റ്റമർ റിലേഷൻ ബിൽഡപ്പ് ചെയ്യും, ഒരു ഫസ്റ്റ് ഇംപ്രഷൻ സൈക്കോളജി അവിടെ ബിൽഡപ്പ് ചെയ്യും. അവരായിട്ട് ഇത്തിരി പ്രൈസിൻ്റെ കാര്യത്തിൽ കൂടുതലുണ്ടെങ്കിലും, പ്രോഡക്റ്റിൻ്റെ കാര്യത്തിൽ എന്ത് തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടെങ്കിലും, നമ്മോട് കാഴ്ചവെച്ച പെരുമാറ്റം, ബിഹേവിങ്, ആ സ്വഭാവം, അതിൽ ആ കസ്റ്റമർ വീണു പോവുകയും ഒരു നീണ്ട ലോങ് റിലേഷൻ ആ കസ്റ്റമറായിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. ഒരു കസ്റ്റമറായിട്ട് ലൈഫ് ടൈം വാല്യൂ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഒരു കസ്റ്റമറെ നിങ്ങൾ മീറ്റ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ഫസ്റ്റ് ഇംപ്രഷൻ അത് ബെസ്റ്റായിരിക്കണം. ഒന്നുകൂടി റിവ്യൂ ചെയ്യുന്നു, പവർ ഓഫ് സ്മൈൽ അത് മനസ്സിലാക്കണം. പിന്നെ നെക്സ്റ്റ് വൺ എന്താണ്? ഐ കോണ്ടാക്ട് ഉണ്ടായിരിക്കണം. പിന്നെ തേർഡ് വൺ എന്താണ്? ഒരു ഗ്രീറ്റിങ്സ് കൊടുക്കാൻ സാധിക്കണം. അദ്ദേഹത്തെ റെസ്പെക്റ്റ് ചെയ്യണം, കൺസിഡർ ചെയ്യണം. അദ്ദേഹത്തിൻ്റെ പ്രോബ്ലം എന്താണെങ്കിലും
അത് മനസ്സിലാക്കണം. കൈകെട്ടി ഇങ്ങനെ നിന്ന് സംസാരിക്കരുത്. ഞാൻ അയാളെക്കാൾ വലിയ ആളാണെന്ന് സംസാരിക്കരുത്. സർ എന്ന് വിളിച്ച് റെസ്പെക്റ്റ് ചെയ്യണം, ബഹുമാനിക്കണം. ഈ രീതിയിൽ ആദ്യത്തെ ആ 7 സെക്കൻഡ് കൊണ്ട് ആ കസ്റ്റമറുടെ ഹൃദയത്തിലേക്ക് നമുക്ക് കയറി ചെല്ലാൻ സാധിക്കണം. അങ്ങനെ കയറി ചെല്ലാൻ എല്ലാവർക്കും കഴിയട്ടെ. ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ സക്സസ്. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ.